അപ്പോ അത്രയും തന്നെയാണ് അതിനുത്തരവും നൽകിയത്. ബീജാത്മകർമാശയ കാലദോഷൈഹി, ബീജത്തിൻ്റെ, ബീജം മാതാവിൻ്റെയും പിതാവിൻ്റെയും, സ്പേം അല്ലെങ്കിൽ ഓവം രണ്ടിൻ്റെയും കർമ്മ രംഗങ്ങളിൽ കർമാശയം, കർമ്മം, അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട, അദൃഷ്ടമല്ലെങ്കിൽ ദൈവം, അഞ്ചെണ്ണം ചേർന്നാണ് കർമ്മം വരുന്നത്. കർമ്മത്തിൻ്റെ ന്യൂനമിഥ്യാദിയോഗങ്ങളെല്ലാം രോഗമാണ്. ഒരു കർമ്മം വേണ്ടതുപോലെ ആയില്ലെങ്കിൽ, അത് ന്യൂനമാണെങ്കിൽ മനസ്സ് ചിന്തിപ്പിക്കും. അതുകൊണ്ട് ആരോഗ്യത്തിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്നതാണ് കർമ്മങ്ങളുടെ നൈരന്തര്യം. കർമ്മം വികലമായി ചെയ്താൽ രോഗങ്ങളായി മാറും. കർമ്മ ആധിക്യമുണ്ടായാൽ രോഗമായി മാറും. കർമാശയത്തെ അറിഞ്ഞ്, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ, ബുദ്ധിയെ ഒക്കെ അറിഞ്ഞ് കർമ്മത്തെ വിധിയാം വണ്ണം വേണം ചെയ്യാൻ. കാലം, ഉത്തരായനം, ദക്ഷിണായനം എന്ന വർഷം, ഉത്തരായനം, ദക്ഷിണായനം എന്ന വിഭജനം മുതൽ അക്ഷി നിമിഷം വരെ 30 അക്ഷി നിമിഷമാണൊരു കല. ഭാരതീയർ കാലത്തെക്കുറിച്ച് വളരെയധികം പഠിച്ചിട്ടുണ്ട്. കാലം അതിൻ്റെ സൂക്ഷ്മാംശത്തിൽ മനസ്സാണ്. കാലം ദ്വിവിധം പ്രോക്തമാണ്. കാലം ആന്തരികം, കാലം ബാഹ്യം. കോശകലനാകാലം മുതൽ അന്തരീക്ഷ ഭ്രമണകാലം വരെ കാലത്തെ കണക്കാക്കണം. ദിനങ്ങൾ, രാത്രങ്ങൾ, ഭൂമിയുടെ കറക്കം കൊണ്ട്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിലെ പ്രകാശരശ്മികൾ ചന്ദ്രനിലെത്തി തിരിച്ചു വരികയും തിരിച്ച് ചന്ദ്രനിലേക്ക് പോവുകയും ചെയ്യുന്ന പ്രക്രിയ കൊണ്ടുണ്ടാകുന്ന പക്കങ്ങൾ, ഇതൊക്കെ ആരോഗ്യത്തെ ബാധിക്കുമെന്നറിഞ്ഞ് ആവശ്യമുള്ളതെല്ലാം പൗരാണികർ പഠിച്ചു വെച്ചപ്പോ അവയൊക്കെ വിട്ടൊരു പഠിത്തമായിരുന്നു പഠിച്ചിരിക്കുന്നു. ഒരു മരം മുറിക്കുമ്പോൾ അത് ഈ ചന്ദ്രനിലേക്ക് പോകുന്ന കലകളുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ആധ്യാത്മിക അനുഷ്ഠാനമുണ്ട്. സുപ്രസിദ്ധമായ പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ അതിൽ സർവാധിനികൃതമായ അമൃതത്വത്തെ ചേർക്കുമ്പോഴാണ് ഷോഡശാക്ഷരി സംയാതമാകുന്നത്. അത് ചന്ദ്രക്കലയോട് ചേർന്നതാണ്. ദർശ പൗർണമാസങ്ങളെന്ന ആഹാര കലനാ വൈചിത്ര്യം ദേവതകൾക്കായുള്ളതിനോട് ചേർന്നതാണ്. സോമത്തെ അതിൻ്റെ എല്ലാ അംശങ്ങളോടും കൂടി പഠിച്ച ഭാരതീയർ ഔഷധീനാം അധിപതി സോമഃ, സോമസങ്കല്പത്തിന്റെ ഓം അഗ്നയേ നമഃ
ഓം സോമായ നമ എന്ന്, ഓം അഗ്നയേ സ്വാഹ, ഓം സോമായ സ്വഹ എന്ന് 2 ആഹൂതികളിലൂടെ ദർശപൗർണമാസങ്ങളുടെ ഇതൊക്കെ വൈദികിയുടെ അന്തരാളങ്ങളിൽ ചെന്ന് അതിന്റെ അന്തർനിഹിത ചൈതന്യത്തെ അറിഞ്ഞിട്ടുള്ള ആചാര്യ വര്യന്മാരുടെ പാദരേണുക്കളെ ഭജിച്ച് പഠിക്കേണ്ടതാണ്. അതൊക്കെ ഇന്ന് അന്യമാണ്. അവിടെയാണ് കാലം ആന്തരികവും ബാഹ്യവുമാകുന്നത്. കോശം കാലം വിരചിക്കുമ്പോഴാണ് ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ വരുന്നത്. സ്വഭാവേന വരേണ്ട വാർദ്ധക്യത്തെ യൗവനത്തിലേക്കും കൗമാരത്തിലേക്കും ബാല്യത്തിലേക്കും ശൈശവത്തിലേക്കും വലിച്ചടിപ്പിക്കുവാൻ കോശകലനാ വൈചിത്ര്യത്തിന് കഴിയുമെന്നും വാർദ്ധക്യം സംഭ്രമജനകമാണെന്നും അറിഞ്ഞു വാർദ്ധക്യത്തെ രൂപപ്പെടുത്തുവാൻ രസായന വിദ്യകളുടെ രാസായനിക പ്രയോഗങ്ങളുടെ ലോകങ്ങളിലൂടെ പോയ അഷ്ടാംഗ വൈദ്യത്തില് അത്യന്തം ശ്രദ്ധേയമായ രസായന വാചീകരണങ്ങളിലൂടെ സഞ്ചരിച്ച ഭാരതീയ വൈദ്യുകർ, പിതാമഹന്മാർ, പിതാക്കന്മാർ സ്ഥേയ പൈതൃകത്തിന്റെ വ്യക്തികളായിരുന്നില്ല. നാം ഇന്ന് സ്ഥേയ പൈതൃകത്തിലേക്ക് കടന്നുപോയി. വാക്കിന്റെ അർത്ഥം തെറ്റിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സംസാരിച്ചതെന്ന് തോന്നിയുകൊണ്ടാണ്. ഭാരതം ഇന്ന് സ്ഥേയ പൈതൃകത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ്. ഒരു ഭാഗത്ത് ഭൗതികമായ അതിന്റെ വർണ്ണപ്രഭയും മറുഭാഗത്ത് ആരോഗ്യം അസ്തമിച്ചതിന്റെ വേദനയുമാണ് ഒരുമിച്ച് കേൾക്കുന്നത്. അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല പൂർവികർ ലളിതമായി ജീവിച്ചത്. അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അറിയാൻ വയ്യാത്തവന്റെ അഹങ്കാരമാണ് ആഡംബരം. അത് ആനന്ദവും അനുഭവവുമല്ല. അവിടെയാണ് സുശ്രുതനെയും ശരകനെയും ഒക്കെ നാം സർവോപരി ബഹുമാനിക്കുന്നത്. അപ്പൊ കാലം പറയുമ്പോ ഒരക്ഷി നിമിഷം മുതൽ 1000 താമരയിലകൾ വെച്ച് ഒരു വജ്രസൂചി കടത്തിവിടുമ്പോൾ ഒരിലയിലൂടെ കടന്നു പോകുന്ന സമയം മുതൽ കലനാവൈചിത്ര്യത്തെ കണ്ട ഭാരതീയർ ആന്തരിക കാലത്തെ നിർണയിച്ചത് കോശങ്ങളെ വെച്ചുകൊണ്ടാണ്. കൗശിക വിജ്ഞാനത്തിന്റെ അത്യുന്നത തേജസ്സിൽ വിരാജിച്ചിരുന്ന കൗശികൻ വിശ്വാമിത്രൻ കോശവിജ്ഞാനത്തിന്റെ പാളികൾ തുറന്നു തരുമ്പോൾ അകത്ത് നടക്കുന്ന എല്ലാ പരിണാമങ്ങളും കോശത്തിൻ്റെയാണ്. ഇങ്ങനൊരു വാർദ്ധക്യം ചെറുപ്പത്തിലേക്ക് ഏറ്റുവാങ്ങിയതാണ് ക്യാൻസർ. ഞാൻ പറഞ്ഞു നിർത്തിയത് വല്ലാത്തൊരു രംഗത്താണ്. അതുകൊണ്ടാണ് അത് വിശദീകരിക്കണം മറന്നുപോകാതെ എന്ന് തീരുമാനിച്ചത്. ആധുനിക ഇന്ത്യൻ ബ്രഹ്മചര്യ സന്യാസത്തിലേക്കൊക്കെ ശക്തമായി സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള, ശക്തമായി ധ്യാനിച്ചിട്ടുള്ള വിരക്തരായ ആളുകളുടെയും വിരക്തന്മാരായ സന്യാസിമാരുടെയും കുത്തകയായിരുന്ന അർബുദത്തെ, ക്യാൻസറിനെ
ഇന്ന് നിങ്ങൾ സ്നേഹ ബഹുമാനങ്ങളോടെ വീടുകളിലേക്ക് അനയിച്ചിരിക്കുകയാണ്. ഗൃഹസ്ഥന്റെ അന്തരംഗങ്ങളിലേക്ക് അനയിച്ചിരിക്കുകയാണ്. കോശത്തിന് വിടുതൽ ഭാവമുണ്ടാകുമ്പോൾ, ബന്ധങ്ങൾക്ക് ശിഥിലീകരണമോ ബന്ധമോചനമോ ബന്ധവൈവർണ്യമോ വരുമ്പോൾ പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പര ആശ്രിതത്വത്തിൻ്റെയും ദേവതകൾ സമ്മേളിക്കുന്ന കോശ കേന്ദ്രങ്ങളിൽ പരസ്പര സംഘർഷത്തിൻ്റെ അന്തർമണ്ഡലം പൊട്ടിപ്പുറപ്പെടുമ്പോഴാണ് കോശവാർദ്ധക്യത്തിൻ്റെ അതുല്യ പ്രഭാപൂരമായ ക്യാൻസറിൻ്റെ, അർബുദത്തിൻ്റെ, കർക്കിടക രോഗത്തിൻ്റെ മഹനീയ രംഗങ്ങളിലേക്ക് മാനവൻ വലിച്ചെറിയപ്പെടുന്നത്. ഇത് വൈദികയോളം പഴക്കമുള്ളതാണ് കർക്കിടക രോഗം. അതിനന്ന് വൈദികി പറഞ്ഞ അഥർവവേദാന്വിതമായ ചികിത്സാ പദ്ധതികൾ പറഞ്ഞതിൽ കൂടുതലൊന്നും ആധുനികൻ ഇന്നും കണ്ടെത്തിയിട്ടില്ല. കീമിയോ ഉൾപ്പെടെ. സൂക്ഷ്മമായി പഠിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക. പേര് വരെ അർബുദമെന്നല്ല പ്രാചീനർ ക്യാൻസറിന് പേരിട്ടത്. അർബുദമെന്നത് പൊട്ടിപ്പഴുക്കുന്ന മുഴകളാണ്. ആയുർവേദത്തിൽ അർബുദമെന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ അല്ല. അർബുദം ഗ്രന്ഥി ക്യാൻസർ ആകാം. രോഗത്തെ നിർണയിക്കുമ്പോൾ സുശ്രുതനും മറ്റും പറഞ്ഞിട്ടുള്ള രംഗങ്ങൾ വൃത്തം സ്ഥിരം മന്ദരുജം മഹന്തം അനൽപമൂലം ചിരവൃദ്ധ്യഭാഗം എപ്പിത്തീലിയോമ, കാർസിനോമ, മെറ്റാസ്റ്റാസിസ്. വൃത്തം സ്ഥിരം മന്ദരുജം മഹന്തം അനൽപമൂലം ചിരവൃദ്ധ്യഭാഗം. ഞാൻ ഈ ശ്ലോകമൊക്കെ ചൊല്ലിയില്ലെങ്കിൽ നിങ്ങൾ പറയും എൻ്റെ ഉപ്പൂപ്പ കാനുണ്ടായിരുന്നു എന്ന മട്ടിൽ പുതിയതിനെ ചൂണ്ടിയിട്ട് പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഈ സ്വാമി പറ്റിച്ചിട്ട് പോവാണ്. കാരണം ഇന്ന് അമ്പലപ്പറമ്പിൽ മുഴുവൻ അത്തരം പ്രഭാഷണങ്ങളുടെ കാലമാണ്. ഇതിൻ്റെ നിദാനവും പൂർവരൂപവും സംപ്രാപ്തിയും ചികിത്സയും എല്ലാം വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ് പറയുന്നത്. നല്ല തള്ളയ്ക്ക് പിറക്കാത്തത് കൊണ്ട് ഭാരതീയന് ഇത് വായിക്കാൻ ഇടയുണ്ടായില്ല എന്ന ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഒരു വായിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ലോകങ്ങളിലൂടെ ഭാവനാ സാമ്രാജ്യത്തിൽ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. മറ്റേത് നിങ്ങൾ അതിശയത്തോടെ ഇരിക്കുക മാത്രമേ ഉള്ളൂ. ഈ ക്ലാസ് കഴിയുമ്പോൾ ഇത് മറന്നു പോകും അടുത്ത കൊല്ലം കേൾക്കാൻ. ഇത് അനുഗ്രഹീതന്മാർക്ക് മാത്രം പഠിക്കാവുന്ന വിദ്യയാണ്. അതുകൊണ്ടാണ് വിദ്യയ്ക്ക് മനുസ്മൃതിയും മറ്റും അതിനർഹതയില്ലാത്തവന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കാൻ പറഞ്ഞത്. ഇത് സാർവലൗകികമായി പഠിക്കുന്നതല്ല ഈ സാധനം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും മൂരാച്ചിയായ എന്നെ ഈ പ്രഭാഷണത്തിന് വിളിച്ചത് എന്ന സംശയത്തിലാണ് ഞാൻ എന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ ഇരുന്ന് ആലോചിക്കാം. വിമർശകർക്കും അനുകൂലികൾക്കുമെല്ലാം ഭാരതീയ പൈതൃകം നിസ്സാരമായല്ല എഴുതി വെച്ചത്. ആചാരം എന്തിനാണ്? ആചാരമൊന്നും വേണ്ട. ആചാരമൊക്കെ കളഞ്ഞു കുളിച്ച് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ ഒരു തവണ നിങ്ങൾ ആലോചിക്കുക, ആചാരം എന്തിനായിരുന്നു? ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം, ചൗളം,
ഉപനയനം, സമാവർത്തനം എല്ലാം. എന്തിന്? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ വാതിൽപ്പുറം കാണിക്കുന്നതിന് വരെ സമയം ഉണ്ട്. ജനിച്ച ഉടനെ പെണ്ണ് ചാടിക്കയറി ബൈക്കിന്റെ പുറകിലോട്ട് വരുന്നു. ചെറുക്കൻ 100 മൈൽ സ്പീഡിലും വിട്ട് കുഞ്ഞിനെ ആ കാറ്റും മുഴുവൻ കൊള്ളിച്ച് കൊണ്ടുപോയി ചെവിയില്ല കണ്ണുമില്ലാതെ ഉണ്ടാകുന്നു. ഗർഭിണിയും ചാടിക്കയറുക ബൈക്കിലേക്ക് പൊറോട്ടയും ബോട്ടി അടിക്കാൻ. എന്നിട്ട് ആരോഗ്യമുള്ള സന്താനം വേണം. ആർക്ക് ജനിക്കാൻ? ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലേ? എന്നോട് പറഞ്ഞായിരുന്നു, പുറകിൽ വാതിലുണ്ട് സ്വാമി, പേടിക്കണ്ട, ഇറങ്ങി ഓടാം, മുമ്പിൽ നിന്ന് വരുമ്പോഴേക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ആദ്യം, വാതിൽ പുറകിലും ഉണ്ടോയെന്ന് ചോദിച്ചു. പറഞ്ഞു 1 അല്ല 2 വാതിലുണ്ട് എന്ന് പറഞ്ഞു. പേടിക്കണ്ട. സോ ഇവിടെയാണ് രോഗങ്ങളെ കാലം, ബയോക്ലോക്ക്, എ സൈറ്റോക്രോം. നിങ്ങൾ കഴിക്കുന്ന ആഹാരം, നിങ്ങളുടെ കർമ്മരീതികൾ, നിങ്ങളുടെ പെരുമാറ്റ വിശേഷങ്ങൾ, ഇവ കൊണ്ട് 16 വയസ്സിൽ മാത്രം 1960 പ്രായപൂർത്തിയായ സ്ത്രീകളുടെ വർഗം, സ്ത്രീകൾ ഇന്ന് 7.5 വയസ്സിൽ പ്രായപൂർത്തിയെത്തും. ബയോക്ലോക്ക് മാറിയിരിക്കുന്നു. ഒറ്റപ്പാലം വരെ വന്നാൽ 3.5 വയസ്സിൽ ക്യൂബിക്കായ പെൺകുട്ടിയുടെ ചിത്രം കാണിച്ചത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ടെസ്റ്റ് ചെയ്തതാണ്. ആയുർവേദം ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞതല്ല. കാലമാറ്റമാണ്. 10 വയസ്സിന് മുമ്പ് മിക്കവാറും എല്ലാ പെൺകുട്ടികളും, am I right? ബയോക്ലോക്ക് മാറിയിരിക്കുന്നു. ചിന്തകൾ മാറിയിരിക്കുന്നു. ബ്രഹ്മചര്യ കാലത്ത് പഠിക്കാൻ വിടണമെങ്കിൽ 10 വയസ്സിന് മുമ്പ് പഠിപ്പിച്ചെടുക്കണം മുഴുവൻ കാര്യങ്ങളും. 10 വയസ്സ് കഴിഞ്ഞാൽ ശരീരം, ഹോർമോണുകൾ മാറി മറിഞ്ഞു കഴിഞ്ഞാൽ, വികാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പരസ്പരം കണ്ടും കേട്ടും കളിച്ചും ചിരിച്ചും ജീവിക്കുന്നിടത്ത് പഠനം നടക്കില്ല, ബാക്കിയെല്ലാം നടക്കും. അതേത് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചാലും നടക്കില്ല. യൂണിവേഴ്സിറ്റികൾ പൂർണ്ണമായും അന്യഥാകാമത്തിന്റെ കേന്ദ്രങ്ങളായി മാറും. ചെറിയ രീതിയിലല്ല, ഇത് അത്രയും മുമ്പേ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം അണുക്കൾ കണ്ടമാനം ഉണ്ടാവും. കാലദോഷവും മറ്റുള്ളതൊക്കെ വരുമ്പോൾ ആചാരം എന്തിനാണ്? അവിടെയാണ് വളരെ ശക്തമായി പറഞ്ഞത്. അതിനുദാഹരണവും പറഞ്ഞു. എങ്ങനെയാണോ നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളെ ഒഴുക്കപഹരിച്ചു കൊണ്ടുപോകുന്നത്, അതുപോലെയാണ് ബീജകർമ്മ ആശയദോഷങ്ങൾ കൊണ്ട് സ്ത്രീയിൽ മോശമായ പ്രജകൾ ജനിക്കുന്നത്. ഈ സാമാജിക പരിണാമത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ശക്തമായി അണുക്കളെക്കുറിച്ചും ആചാരം എന്തിനാണ്? അണുകങ്ങൾ വരാതിരിക്കാൻ, രാക്ഷസങ്ങൾ, പിശാചങ്ങൾ. അഥർവവേദം കൃമിപ്രകരണം എടുത്ത് പഠിക്കണം. 150-ൽ പരം അണുക്കളെ വർഗീകരിച്ച് അവയുടെ സ്വഭാവം, വലിപ്പം, കൈകാലുകൾ, തലയെല്ലാം ചേർത്ത് വെച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അഷ്ടാംഗ ഹൃദയം എടുത്ത് പഠിക്കണം. കുഷ്ഠത്തിന്റെ രോഗാണുവിനെയും മറ്റും ഏത് വലിപ്പത്തിലാണ്, എങ്ങനെയാണെന്ന് നിർവചിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളുടെ ചാനലുകളിൽ ഗവൺമെന്റ് പരസ്യം കൊടുക്കുമ്പോൾ, പണ്ട് കുഷ്ഠരോഗം വന്ന് അശ്വത്ഥാമാവ് നടന്നിരുന്നു. ഈ രോഗം അന്ധവിശ്വാസമായാണ് അവതരിപ്പിച്ചിരുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ അണുവിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇത് നേരത്തെ ചികിത്സിച്ചാൽ മാറും എന്ന് പറഞ്ഞാൽ പരസ്യം കൊടുക്കുന്നത്.
അതാണ് ഏറ്റവും വിചിത്രം. അണുക്കളുടെ വലിപ്പം, അണുക്കളുടെ വർഗീകരണം, വെള്ളത്തിൽ മാത്രമുള്ളവ, വായുവിലുണ്ടാകുന്നവ, എച്ചിൽ പാത്രത്തിലുണ്ടാകുന്നവ, ഭക്ഷണം കഴിച്ച് കഴുകാൻ താമസിച്ചാൽ അതിനകത്ത് രൂപാന്തരപ്പെടുന്നവ. ഏത് വീട്ടിൽ പണ്ട് കാലത്ത് എന്നാലും കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം അവിടെ ഇരിക്കരുതെന്ന് പറയും. ഉടനെ എടുത്ത് കഴുകും. ഇന്നും പഴയ വല്യമ്മമാരുള്ള വീടുകളിൽ ഉടനെ എടുത്ത് കഴുകും. വായി വരട്ടെ അവിടെ കൂട്ടിയിട്ടാൽ മതി എന്നാണ്. 30 ദിവസത്തെ ഒന്നിച്ച് കൂട്ടിയിട്ട് 30-ാം ദിവസം വായി വരുമ്പോൾ ചികിത്സിക്കുമ്പോഴേക്ക് കക്ഷവും കഴുത്തും കാലടകളും ഒക്കെ പഴുത്ത് ചീഞ്ഞ് നാറി നാനാവിധമായി മാരകങ്ങളായ രോഗാണുക്കൾ ക്ലോസറ്റിലും അവിടെ ഇവിടെയും ഒക്കെ രൂപപ്പെടാൻ തുടങ്ങും. ഇത് പിന്നെ ഫ്രിഡ്ജിലോട്ട് കയറും. അവിടെ തണുപ്പിലാണ് ഇതിന് വളരെ സുഖം. തണുപ്പിലാണ് ഏറ്റവും കൂടുതൽ അണുക്കൾ വളരുന്നത്. ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണം എടുത്താണ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. തണുപ്പിൽ വളരുകയില്ലെന്നാണ് നിങ്ങളുടെ തീരുമാനം. Am I right? കമ്പനിക്കാർ പറയുന്നത് വിശ്വസിച്ചുകൊണ്ടിരുന്ന പിള്ളേർ തട്ടിപ്പോവും. അവിടെയാണ് ഇതിൻ്റെ രസം. തണുപ്പിലാണ് വളരെ വൈറസുകൾ വളരുന്നത്. ഗൊണോറിയ, സിഫിലിസ്, ഇതിൻ്റെയൊക്കെ വൈറസുകൾ തണുപ്പിലാണ് വളരുന്നത്. ഇന്ത്യയിലേക്ക് ഇത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യൻ മണ്ണിൽ വിതയ്ക്കാൻ പറ്റിയില്ല കാര്യമായി. ഡച്ചുകാരുണ്ടായിരുന്ന വടക്കൻ കേരളത്തിൽ ചെറിയ തോതിൽ അസ്ഥിരുക്കത്തിൻ്റെ രൂപത്തിൽ രൂപാന്തരപ്പെട്ടത് കാലാന്തരത്തിൽ മരുന്നുകളൊന്നുമില്ലാതെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ടാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരാത്ത അണുക്കളെ വളർത്തിയെടുക്കുവാനും ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടാകാത്ത രോഗങ്ങളെ ഉണ്ടാക്കുവാനും തണുപ്പ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന മരുന്നുകൾക്ക് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലെ ജനങ്ങളെ ചികിത്സിക്കുവാനും അതിൽ അവിടെ വിൽപ്പന നടത്തുവാനും ഗവൺമെൻറ്റും പെട്രോളിയം വകുപ്പും ആധുനിക വൈദ്യശാസ്ത്രവും സംയുക്തമായി ചേർന്ന് ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന രോഗങ്ങളിൽ 90%. അത് നിങ്ങൾക്ക് നന്നായി അന്വേഷിക്കാം. ഇത് ആരോഗ്യ വകുപ്പിന് കീഴിലല്ല, പെട്രോളിയം വകുപ്പിന് കീഴിലാണ്. നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും നമ്മുടെ ചുറ്റുപാടുകളെയും ആരോഗ്യവിരുദ്ധമാക്കി എടുത്തതിൽ ജനാധിപത്യ ഗവൺമെന്റുകൾ പെട്രോളിയം വകുപ്പ് വിദേശ ശക്തികളുമായി ചേർന്ന് നടത്തിയ ഒട്ടും അഭിലഷണീയമല്ലാത്ത ഇടപാടുകളുടെ ഫലമാണ്. അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം, പഠിക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പഴയ ആളുകൾ എന്തുകൊണ്ടാണ് പലതരം തൊഴിൽ ചെയ്യുന്നവരെ ഒന്നിച്ചു നിർത്താത്തത്? അവരുടെ എല്ലാം ബലത്തിന് വ്യതിയാനമുണ്ട്. പ്രസംഗാത്, ഗാത്ര സംസ്പർശാത്, നിശ്വാസാത്, സഹഭോജനാത്, സഹശയ്യാസനാത് ഛാവി, വസ്ത്രമാല്യാനുലേപനാത്, കുഷ്ഠം ജ്വരശ്ച ശോഷശ്ച നേത്രാഭിഷ്യന്തയേവ ച ഔപസർഗികരോഗശ്ച സംക്രാമന്തി നരം നരം. സുശ്രുതൻ. പ്രസംഗാത്, അത്യന്തം അടുത്തിരിക്കുക, കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുക. ഗാത്ര സംസ്പർശാത്, ശരീരങ്ങൾ ചേർന്നിടപെടുക. പ്രസംഗാത്, ഗാത്ര സംസ്പർശാത്, നിശ്വാസാത്, സഹഭോജനാത്, അടുത്തിരുന്ന് ശ്വാസോച്ഛ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും കലരുക. സഹഭോജനാത്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. സഹശയ്യാസനച്ചാവി വസ്ത്രമല്യാനുലേപനാത്, സഹശയ്യ, ഒന്നിച്ച് കിടക്കുക, ഒന്നിച്ചിരിക്കുക. ഒരാൾ ഇട്ട വസ്ത്രം മറ്റേയാൾക്ക് കൊടുക്കുക. കോളേജിലൊക്കെ
സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പുതിയ സോഷ്യലിസത്തിൻ്റെ ഭാഗമായി അവളുടെ അണ്ടർവിയർ വാങ്ങിച്ച് ഇവനിടുക, ഇവൻ്റെ അണ്ടർവിയർ വാങ്ങിച്ച് അവളിടുക ഒക്കെ ചെയ്യുക. എന്നിട്ട് ഇത് കേമമാണെന്ന് ധരിച്ച് ക്ലാസ്സിലിരുന്ന അധ്യാപകനെ പോവുക. വീട്ടിലെത്തുമ്പോഴേക്ക് പലതരം രോഗങ്ങളുണ്ടാവും. അതിന് ആശുപത്രി മുഴുവൻ കൊണ്ടു നടന്നിട്ട് കാര്യം ഉണ്ടാവില്ല. കണ്ടുപിടിക്കാൻ തന്നെ വിഷമമുണ്ടാവും. കാരണം ഈ വൈറസുകളൊക്കെ അതിൻ്റെ അമിനോ അമ്ലങ്ങൾ ക്ഷണനേരം കൊണ്ട് മാറ്റും. മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളവയാണ് സൂക്ഷ്മോപജീവികൾ. അവരുടെ അമിനോ അമ്ലങ്ങളെ ഒന്നും പെട്ടെന്ന് നിയന്ത്രിക്കാനാവില്ല. കണ്ടുപിടിക്കുക തന്നെ സുദുഷ്കരമാണ്. അവയ്ക്കുള്ള ഔഷധങ്ങൾ വരെ എഴുതി വെച്ചിട്ടാണ് സുശ്രുതനും മറ്റും തൂലിക തിരിച്ചെടുത്തത്. നിങ്ങളാകെ വിചാരിക്കുന്നത് എവിടെയെങ്കിലും ഇരുന്നൊരു ആയുർവേദ ആചാര്യൻ ഒരു മരുന്നെടുത്ത് കൊടുത്താൽ, ഹിമാലയത്തിൽ പോയപ്പോഴോ അവിടെ പോയപ്പോഴോ ഒരു മരുന്ന് കണ്ടു, അത് കൊള്ളാമെന്ന് ആരോ പറഞ്ഞു, അതിങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നാണ് നിങ്ങൾ ആയുർവേദത്തെ വിചാരിച്ചിരിക്കുന്നത്. നാട്ടിലുള്ള പുല്ലും വൈക്കോലും തിന്നുന്നതാണ് ആയുർവേദം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിന്റെ സിദ്ധാന്തങ്ങൾ ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്നെഴുതിയതല്ല, അന്ന് എഴുതുക മാത്രമല്ല, അന്ന് ആ മര്യാദയ്ക്ക് ആശ്രമധർമ്മവും വർണ്ണധർമ്മവും പുലർത്തി ജീവിച്ചു. തൊഴിലനുസരിച്ച് മനുഷ്യനെ വിഭജിച്ചു. വ്യത്യസ്ത തൊഴിലുകളുടെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ തമ്മിൽ ഇടകലരാൻ സമ്മതിച്ചില്ല. അത് അയിത്തവും അനാചാരവും കൊണ്ടല്ല, ജനതയുടെ മൊത്തം ആരോഗ്യത്തെ കരുതിയാണ്. ആരോഗ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ചിന്തിക്കുകയും സാമൂഹ്യ ജീവിതത്തിലെ ചേർച്ചയെ ഏതാണ്ട് സൗഭാഗ്യമായി കരുതുകയും ചെയ്തപ്പോഴാണ് ഇന്ത്യൻ ജനത ഇത്രയധികം ആരോഗ്യത്തിൽ തകർന്നുപോയത്. പറയാൻ ഭയന്നപ്പോൾ സനാതനധർമ്മത്തിന്റെ പ്രോദ്ഘാടകന്മാർ വരെ ഭയന്നു വിറച്ചു. കാലത്തിനൊത്തോടണമെന്നും കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കണമെന്നും കാലത്തിനനുസരിച്ച് സോഷ്യലിസത്തിലേക്ക് ഇറങ്ങണമെന്നും മോളിൽ നിന്നിറങ്ങി മുഴുവൻ കുട്ടികളെയും രോഗികളാക്കണമെന്നും തീരുമാനിച്ചു. അത് ചെയ്യാതെ ആരോഗ്യത്തോടെ ജീവിച്ച സമൂഹത്തെ മുഴുവൻ നിങ്ങൾ മൂരാച്ചികളെന്ന് മുദ്രയടിച്ചു. നിങ്ങളുടെ ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കാത്തവരെല്ലാം കൊള്ളിക്കരുതാത്തവരായി മാറി. ഈ ആരോഗ്യ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ജനത ചെറിയ രോഗങ്ങളല്ല, കുഷ്ഠം, ജ്വരം, ശോഷം, ക്ഷയം, നേത്രാഭിഷ്യന്തയേവച ഇന്ന് ജനിക്കുന്ന എല്ലാ കുഞ്ഞിനെയും ചുമന്ന് എല്ലാ തള്ളയും വാസനിലും അരവിന്ദ നേത്രാലയത്തിലുമൊക്കെ എത്തുക. കഴിഞ്ഞ 15 കൊല്ലം കൊണ്ട് കേരളത്തിലുടനീളം കണ്ണാശുപത്രികളാണ്. ഏറ്റവും വലിയ ബിസിനസ്സാണ്. ആം ഐ റൈറ്റ്? മുഴുവൻ കുട്ടികളാണ്, മുഴുവൻ. 60 വയസ്സുകാരന് വരുന്ന തിമിരം 5 വയസ്സുകാരന് വന്ന് ഈ 5 വയസ്സുള്ള കിളവനെ എടുത്താണ് 25 വയസ്സുള്ള സ്ത്രീ അവിടെ ക്യൂ നിൽക്കുന്നത്. നാണമില്ലേ? ഈ ജീവിതം കേമമാണെന്ന് അഭിമാനിക്കാൻ? നിങ്ങളുടെ അമ്മയും അമ്മമ്മയും ഒക്കെ ഇങ്ങനെയായിരുന്നു. ഇവിടെയാണ് ആചാരം ആവശ്യമുള്ളത്. ആചാരപ്രഭവമായ ധർമ്മം. അതിനാണ് അവർ പറഞ്ഞത്, കുടുംബം, ഗോത്രം, ഗ്രാമം, രാഷ്ട്രം എന്നീ നിലകളിൽ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് അങ്ങേയറ്റം ശ്രദ്ധിച്ചു പോകണമെന്ന് അവർ പറഞ്ഞത് അതുകൊണ്ടാണ്. ആചാരം വിട്ടപ്പോൾ നിങ്ങൾ വല്ലതായി, വല്ലത്. ഓരോ ആചാരത്തിനും ആരോഗ്യത്തിൽ പ്രാധാന്യം കൊടുത്താണ് അവർ കൊണ്ടത്. പ്രായപൂർത്തിയായി, കാമനയുണ്ട്,
എന്തിന് കാമന? ഒരു പുത്രന് വേണ്ടി. ജായാമേസ്യാദഥ പ്രജാം പ്രജായേയ. എനിക്കൊരു ഭാര്യയെ വേണം. എന്തിനാ ഭാര്യ? അന്ന് പഠിപ്പിച്ചത് ഇത് ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്നല്ല. ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ മൃഗങ്ങൾക്കാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചപ്പോൾ അവൻ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ ഇത് ഇൻസ്റ്റിങ്ക്റ്റ് അല്ല. തനിക്ക് ഒരുപാട് കർമ്മങ്ങളുണ്ട്, ഈ ജന്മം കൊണ്ട് ചെയ്താൽ തീരില്ല. തൻ്റെ കർമ്മങ്ങൾക്ക് തൻ്റെ ആത്മാവും തൻ്റെ മനസ്സും തൻ്റെ ശരീരവും അംശമായ ഒന്നിന് മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. മറ്റൊരുത്തനെ ഏൽപ്പിച്ചാൽ നടക്കില്ല. താൻ എവിടെ വെച്ച് കർമ്മം നിർത്തുന്നു അവിടുന്ന് തുടങ്ങാൻ തനിക്കൊരു പുത്രൻ വേണം. ആത്മാവൈ പുത്രനാമാസി എന്നാണ് ഇന്ത്യ പഠിപ്പിച്ചത്. കർമ്മം ചെയ്തു തുടങ്ങിയോ? കാമ്യകർമ്മങ്ങളാണോ? പൂർത്തീകരിക്കണോ? പൂർണ്ണത വേണോ? പുത്രനുണ്ടാവണം. പൂർണ്ണത വിവാഹത്തിൽ തന്നെയാണ്, സന്യാസത്തിലല്ല. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. സന്യാസി തന്നെയാ പറയുന്നത്. സന്യാസം എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ കർമ്മങ്ങൾ അറ്റുപോയി കഴിഞ്ഞാൽ, കാമ്യകർമ്മങ്ങൾ തീർന്ന് കർമ്മങ്ങൾ പരേച്ഛയിലും അനിച്ഛയിലുമാകുമ്പോൾ, സ്വേച്ഛാപൂർവകങ്ങളായ കർമ്മങ്ങൾ അറ്റുപോകുമ്പോൾ മാത്രമേ ഇന്ത്യ സന്യാസത്തെ ബഹുമാനിച്ചിട്ടുള്ളൂ. അതിനപ്പുറം എവിടെയെങ്കിലും ഇത് കുത്തിച്ചെലുത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സെമറ്റിക് മതങ്ങളുടെ മാത്രമാണ്. പേര് നിങ്ങൾ എന്തിട്ടാലും സെമറ്റിക് സംസ്കൃതിയാണ് സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ആളുകളെ വേണമെന്ന ആഗ്രഹം കൊണ്ട് സന്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ത്യൻ മൈൻഡ് അതല്ല. അവിടെയാണ് ഒരു പുത്രൻ ഉണ്ടാകണം. എങ്ങനെ ഉണ്ടാവണം? വിധിയാം വണ്ണം ഉണ്ടാകണം. ശരീരത്തിന് കാമനയുണ്ടെങ്കിൽ സുതാര്യവും സുദൃഢവും പ്രേമപൂർവകവുമായ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ മാത്രമേ ഉണ്ടാവൂ. ഭാരതമാണ് ഈ രംഗത്ത് ഏറ്റവും അധികം പഠിച്ചത്. കുജിമാരതന്ത്രം, വാത്സ്യായന കാമസൂത്രം, കന്ദർപ്പ ചൂടാമണി ഒക്കെ വളരെ ഭംഗിയായി എടുത്ത് റെഫർ ചെയ്യാൻ നിങ്ങൾക്ക്. അവിടെ പൂർവപക്ഷത്താണ് കാമം. ഭംഗിയായി പറഞ്ഞത് അവിടെയും ചരകനാണ്. നസ്ത്രീയമവജാനീത നാദിവിശ്രംഭയത് ന ഗുഹ്യമനുസ്രാവയത് നാധികുര്യാത് ന രജസ്വലം നാദുരം നാമേധ്യം നാശസ്താം നാനിഷ്ഠാരൂപാചാരോപചാരം നാദക്ഷാം നാദക്ഷിണാം നാകാമാം നാന്യകാമം നാന്യസ്ത്രിയം നാന്യയോനിം നായോനൗ നാചൈത്യചതുരചതുഷ്പഥോപവന സ്പർശാനാം അധ നാധാനാദന സലിലൗഷധിദ്വിജഗുരുസുരാലയേഷു ന സന്ധ്യോ നാധിദിഷു നാശുചിർനാജഗ്ധദോഷജോ ന പ്രണീത സങ്കൽപ്പോ നാനുപസ്ഥിത പ്രഹർഷോ നാഭുക്തവൻ നാത്യസിതോ ന വിഷമസ്ഥോ ന മൂത്രോച്ചാരപീഡിതോ ന ശ്രമവ്യായാമോ നവാവക്ലമാഭിഹതോ നാരഹസ്യവ്യവായം ഗച്ഛേത്. എന്തൊരെഴുത്ത എഴുതിയിരിക്കുന്നു. ആധുനിക കാലത്ത് ആചാര്യന്മാർ വരെ ട്വിറ്ററിലും ഫേസ്ബുക്കിലുമൊക്കെ ലെസ്ബിയൻ സ്നേഹത്തെയും ഹോമോസെക്ഷൽ സ്നേഹങ്ങളെയും അങ്ങേയറ്റം ആശ്ലേഷിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യഗണങ്ങൾ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾക്ക് ആധുനികമായി അംഗീകാരം നൽകിക്കൊണ്ട് ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കാൻ എഴുതുന്ന കാലത്താണ് ഈ കാലത്ത് നിന്ന് വിപരീതമായി പൗരാണിക കാലത്ത് ചരകൻ എഴുതുന്നത്.
ആലോചിക്കുക, സ്ത്രീയെ നിന്ദിക്കരുത്, അവരെ കൂടുതൽ ആശ്രയിക്കരുത്. കാരണം സ്ത്രീക്ക് മാത്രമാണ് വൈകാരികതയെ വൈകാരികതയല്ലാതെ വൈചാരികതയായി ഉപയോഗിക്കാൻ കഴിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കഴിവ് സ്ത്രീക്കാണ്, പുരുഷനല്ല. പുരുഷന് ലൈംഗിക ബന്ധത്തിന് വികാരം അനിവാര്യമാണ്. സ്ത്രീക്ക് പൈസ ഉണ്ടാക്കാൻ, സ്ത്രീക്കൊരു കാര്യം നേടാൻ, സ്ത്രീക്ക് ഒരാളെ വീഴിക്കാൻ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ലൈംഗികത. അതിൻ്റെ കഥകളാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ പത്രപ്രവർത്തകയിൽ വരെ എത്തി നിൽക്കുന്നത്. നിയമസഭയിലും പാർലമെന്റിലും ഇങ്ങ് ജഡ്ജിമാരുടെ ഇടയിലും ആചാര്യവര്യന്മാരുടെ ഇടയിലുമൊക്കെ നിരന്തരമായി കേൾക്കുന്ന കഥകൾ. പെട്ടെന്ന് കൂണ് മുളയ്ക്കുന്നത് പോലെ മുളയ്ക്കുകയും വലുതാകുകയും ചെയ്യുന്ന ഗുരുസ്ഥാനങ്ങളിൽ ചെന്ന് ശിഷ്യരായി കൂടി അവിടെ നടന്ന കഥകൾ അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഇന്റർനാഷണൽ തലങ്ങളിൽ പബ്ലിഷ് ചെയ്ത് പത്രങ്ങളിലൂടെ വന്ന് ജനങ്ങളെ മുഴുവൻ നാറ്റിച്ച് നാനാവിധമാക്കുന്നതെല്ലാം ഇത് പഠിക്കാത്തതുകൊണ്ടാണ്. സ്ത്രീയെ അധികം ആശ്രയിക്കരുത്, രഹസ്യങ്ങൾ അവരോട് പറയരുത്. എന്നോട് ദേഷ്യം വരുന്നുണ്ടാവും. അവർക്ക് ഏറ്റവും പ്രിയമുള്ളവരോട് അത് പങ്കുവെക്കും. പ്രത്യേകിച്ച് പ്രേമമെന്ന വികാരത്തിൻ്റെ വേളയിൽ. അതുകൊണ്ടാണ് ലോകത്താദ്യ കാലം മുതൽ ഉന്നതരായ രാജാക്കന്മാരെല്ലാം, കൗടില്യൻ ഉൾപ്പെടെ, ചാരവൃത്തിക്ക് സ്ത്രീകളെയാണ് നിയോഗിച്ചത്. ഇന്നും ചാരവൃത്തിയിൽ നിന്ന് പാർലമെന്റുകളെയും നിയമസഭയെയും വരെ ഇളക്കി മറിക്കുന്നത് സ്ത്രീകളാണ്. എത്ര മന്ത്രിമാർ, എത്ര ഉന്നതന്മാർ ഇവർ കാട്ടിക്കൂട്ടിയതിൻ്റെ കുഴപ്പങ്ങൾ മാറ്റാൻ പുറകിലൂടെയും അതിലെയും ഇതിലെയും കൊണ്ടുവന്ന് പണം വാരി ചെലവാക്കി അന്തസ്സ് നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ള അന്തരാളം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചരകൻ പറഞ്ഞ ഈ വാക്കുകളിലൂടെ കടന്നു പോകാം. അതീവ ശക്തമാണ്. വിവേകപൂർവം മാത്രമേ അവരുമായി സഹവസിക്കാവൂ. ഇന്നും അക്ഷർ, പുരുഷോത്തം, സ്വാമിനാരായൺകാര് സ്ത്രീയോടൊപ്പം അവളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ മാത്രമേ അനുഗ്രഹിക്കുക പോലും ചെയ്യൂ. വളരെ നിർബന്ധമാണ്. ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരും, മകനെ വിളിച്ചുകൊണ്ട് വരും, അച്ഛനെ വിളിച്ചുകൊണ്ട് വരും. മനുവൊക്കെ ഇത് വളരെ നന്നായി പഠിച്ചിട്ടാണ് സ്ത്രീക്ക് പ്രത്യേകം പ്രോട്ടോകോൾ ഉണ്ടാക്കിയത്. അതൊക്കെ തെറ്റാണെന്നൊരു 10 കൊല്ലം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക്, 100 കൊല്ലം പോലും എടുത്തില്ല, 10 കൊല്ലം ഇതിനെ എതിർത്തോടിയപ്പോഴേക്ക് നിങ്ങളുടെ അന്തസ്സും ആഭിജാത്യവും ഒക്കെ തെരുവിലായി. ഇതിനു പകരം പിന്നെയും സ്വാതന്ത്ര്യത്തിന്, ഇനി എങ്ങോട്ടുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത്? ദേഷ്യം എന്നോട് വരുമെന്നുള്ളൂ. കാരണം പലരും വന്നെങ്കിലും ഇങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. Am I right? അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടാവും. വിരോധം എനിക്കില്ല. ചരകൻ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: വിവേകപൂർവം മാത്രമേ അവരോട് സഹവസിക്കാവൂ. രജസ്വലയായിരിക്കുമ്പോൾ, രോഗിയായിരിക്കുമ്പോൾ, അശുചിയായിരിക്കുമ്പോൾ, അണുബാധിതയായിരിക്കുമ്പോൾ, മോശമായ നിലയിൽ കാണുമ്പോൾ, പെരുമാറ്റ ദൂഷ്യമുള്ളപ്പോൾ, ശീലഗുണങ്ങൾ ഇല്ലാത്തപ്പോൾ ഒന്നും സ്ത്രീയോട് രമിക്കരുത്. ഇത് വല്ലതും നോക്കിയിട്ടാണോ? അത്യുന്നതങ്ങളിലിരിക്കുന്ന മന്ത്രി പറയുന്നത് ഈ ഭാര്യ മാരകമായ രോഗിയാണ്, എന്നിട്ടും കൊണ്ടു നടന്നു. ആതുരയായിരിക്കുന്ന ഒരുവളെ ഒരിക്കലും ക്ഷീണിപ്പിക്കരുത്.
ഒക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. വളരെ കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത്രയും മാത്രമല്ല, സഖ്യമില്ലാത്തവളോടും കാമമില്ലാത്തവളോടും വികാരമില്ലാതെയുള്ള ഒരു ബന്ധവും അനുവദിക്കരുത്, രമിക്കരുത്. കാമമില്ലാത്തവളോടും മറ്റാരെയെങ്കിലും കാമിക്കുന്നവളോടും, വേറൊരാളോട് കാമമുണ്ടായിട്ട് ഉള്ളവളോടും, മറ്റൊരാളെ വിവാഹം കഴിച്ചവളോടും, അന്യ ശ്രേണിയിലുള്ളവളോടും, തൊഴിൽ, ഗോത്രം, സംസ്കാരം ഇവയിൽ വ്യത്യസ്തമായവളോട്. കാരണം അവളിതെടുത്ത് പുറത്ത് ഉപയോഗിക്കും നിങ്ങളെ തീർക്കാൻ. മനസ്സിലായില്ല? അങ്ങനെയുള്ളവളോട് അരുത്. യോനിമാർഗം വഴി അല്ലാതെ മറ്റന്യമാർഗങ്ങളിൽ ഒന്നും ലൈംഗികതയെ. ഇവിടെയാണ് ട്വിറ്ററിൽ ഒരു മഹാനുഭാവൻ എഴുതിയത്, പ്രോത്സാഹിപ്പിക്കേണ്ടത് ഹോമോസെക്ഷൽസിനെയാണ്. പണ്ട് വിഷ്ണുവും ശിവനും കൂടി ഈ പണി ചെയ്തിട്ടാണ് അയ്യപ്പനുണ്ടായത്. അയ്യപ്പൻ അങ്ങനെ അല്ല ഉണ്ടായത്. അയ്യപ്പൻ്റെ കഥ വൈദികമല്ല, പുരാണ പ്രസിദ്ധമല്ല. ഇന്ത്യയിലെ അഗസ്ത്യ സങ്കേതങ്ങളുടെ, ഇന്ത്യയിലെ സിദ്ധ സങ്കേതങ്ങളുടെ ഏറ്റവും ഉയർന്ന കേന്ദ്രമാണ് ശബരിമല. മംഗളാദേവി, ശബരിമല, ചതുരഗിരി, കൊള്ളിപ്പാവ ഇവയൊക്കെ സിദ്ധ സങ്കേതങ്ങളാണ്. നിങ്ങൾ പോയി നിങ്ങളുടെ മ്യൂസിയത്തിൽ നോക്കുക. തിരുവനന്തപുരത്ത് അഗസ്ത്യരാണ് ആ കാലിലിരിക്കുന്നത്. അഗസ്ത്യരും പുലിയെ കൊണ്ടു നടന്ന പുലിപ്പാണിയും തമ്മിലുള്ള സിദ്ധ സംബന്ധത്തിൻ്റെ കഥകൾ ഉറങ്ങുന്ന സ്ഥലമാണ്. അവിടെ ഇരുന്ന വിഗ്രഹവും സിദ്ധ സമ്പ്രദായത്തിൻ്റെയാണ്. ഇന്ത്യയിൽ എവിടെയെല്ലാം സിദ്ധ സമ്പ്രദായത്തിൻ്റെ വിഗ്രഹങ്ങളുണ്ടോ അവിടെയൊക്കെ അർപ്പിക്കുന്ന എല്ലാ പ്രസാദവും ഔഷധമാണ്, എല്ലാ രോഗത്തിനും. തീ പിടിക്കുന്നതിന് മുമ്പ് ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് മുകളിലൊഴിക്കുന്ന നെയ്യ് വീട്ടിൽ കൊണ്ട് വെച്ചാൽ സകല രോഗവും മാറും. ഇന്ന് മാറുകയല്ല, ഇന്നത് പഞ്ചലോഹമാണ്. മറ്റതങ്ങ് പോയി ഇറ്റലിയിലോ ഇംഗ്ലണ്ടിലോ എവിടെയോ ഉണ്ട്. മനസ്സിലായില്ല? അവിടെ ഒരു വലിയ കടയുണ്ട്, ഓൾഡ് ഇന്ത്യൻ ടോയ്സ്. ഓൾഡ് ഇന്ത്യൻ ടോയ്സ് നെറ്റിലടിച്ചു, കട രംഗപ്രവേശനം ചെയ്യും. അവിടെയുണ്ട് ഈ സാധനം. ഇപ്പൊ തന്നെ അടിച്ചു, വീട്ടിൽ പോയിട്ട് വേണ്ട. അങ്ങനെ കടയുണ്ട്. അവിടെയാണ് ഈ സാധനമൊക്കെ എത്തുക. ചെറുതൊന്നുമല്ല, വളരെ വിപുലമായി. ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് പലതും അറിയാം. അണുകങ്ങളെക്കുറിച്ച്, അതിനപ്പുറത്തുള്ളവയെക്കുറിച്ച്. ഇപ്പോഴും അന്വേഷിച്ച പോലീസ് ഓഫീസറോട് പോയി ചോദിക്കുക. നിങ്ങളുടെ ഇവിടെ തൊട്ടടുത്താണ് മൃദംഗശൈലേശ്വരം. പോയിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. മുഴുക്കുന്ന്, കണ്ണൂർ ജില്ലയാണെന്ന് തോന്നുന്നു. മുഴുക്കുന്ന് അമ്പലം, മൃദംഗശൈലേശ്വരം. അവിടെ വിഗ്രഹം, അത് എടുത്തുകൊണ്ട് ഒരാൾ കുറേ നടന്നാൽ അയാൾക്ക് മോഹാലസ്യം ഉണ്ടാവും, വീഴും. അങ്ങനെയാണ് ആ വിഗ്രഹം എല്ലാ തവണയും തിരിച്ചു വരുന്നത് മോഷ്ടിച്ചാൽ. നവപാഷാണമൊക്കെ ആണെങ്കിൽ പൗർണമിക്ക് വേർക്കും. അതുകൊണ്ടാണ് അത് ഔഷധമൂല്യമുള്ളതാകുന്നത്, അതിലെ പ്രസാദം. അങ്ങനെ സിദ്ധ സമ്പ്രദായത്തിൻ്റെ കേന്ദ്രമായിരുന്നു അത്. കഥയൊക്കെ മാറ്റി എഴുതിയത് രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധത്തിൻ്റെയും ഒക്കെ പകയും കഥയും ചേർന്നാണ് പുത്തൻ കഥകൾ വരുന്നത്. അവയ്ക്ക് വൈദിക പ്രാമാണ്യമോ അവയ്ക്ക് ശാസ്ത്രമോ ഇല്ല. ആ കഥകളൊക്കെ ജനങ്ങളുടെ ഇടയിൽ കേട്ടുകേൾവികളായി പ്രചരിക്കുമ്പോൾ അവയെ എടുത്തു വെച്ചുകൊണ്ട് ഉന്നതന്മാരായ ആചാര്യന്മാർ തെറ്റായ വഴിയിലൂടെ ജനങ്ങളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപകടകരം തന്നെയാണ്. ഇവിടെ ചരകൻ വ്യക്തമായ പറഞ്ഞിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളും കാര്യമൊക്കെ വേണം, മാന്യമായി വിവാഹം കഴിക്കണം.
മാന്യമായിട്ട് ജീവിതം കൊണ്ടുപോകണം. ഇപ്പം യോനിമാർഗം വഴി അല്ലാതെ അന്യമാർഗങ്ങളിലും അരുത്. ദിവ്യവൃക്ഷങ്ങളുടെ ചുവട്ടിലും പൊതുസ്ഥലങ്ങളിലും വഴിക്കവലകളിലും പൂന്തോപ്പിലും ശ്മശാനത്തിലും മാംസം വെട്ടുന്നിടത്തും വെള്ളത്തിലും ഔഷധശാലകളിലും കേൾക്കത്തില്ല ഞങ്ങളെ. എൻ്റെ ശബ്ദം കൊണ്ട് തന്നെ കേൾക്കാവുന്ന എനിക്ക് മാംസം വെട്ടുന്നിടത്തും വെള്ളത്തിലും ഔഷധശാലകളിലും പാഠശാലകളിലും ക്ഷേത്രങ്ങളിലും അരുത്. ഇന്നത്തെ നിലയൊന്ന് ആലോചിച്ചു പോയി. ഇതെഴുതി വെച്ചതെന്നാണ് രോഗം വരാതിരിക്കാൻ. സന്ധ്യയിലും പ്രഭാതത്തിലും അരുത്. നിരപ്പില്ലാത്ത സ്ഥലത്തും വയറ് നിറഞ്ഞിരിക്കുമ്പോഴും മൂത്രശങ്കയുള്ളപ്പോഴും ക്ഷീണിച്ചിരിക്കുമ്പോഴും വ്യായാമം കൊണ്ട് അവശമായിരിക്കുമ്പോഴും ഉപവാസം കഴിഞ്ഞും സ്വകാര്യതയില്ലാത്തിടത്തും അരുത്. ഇതൊക്കെ ആചാരത്തിൽപ്പെട്ടതാണ്. ആചാരം തെറ്റിയാൽ വ്യാപന്ന ഋതുകൃതങ്ങളായിരിക്കുന്ന ദോഷങ്ങളുണ്ടാവും. പ്രജ്ഞാപരാധം ലോകത്ത് കൂടും. വ്യാപന്ന ഋതുകൃതങ്ങളായിരിക്കുന്ന ദോഷങ്ങൾ വർദ്ധിക്കും. അന്തരീക്ഷം ദുഷിക്കും, ജലം ദുഷിക്കും, പൃഥ്വി ദുഷിക്കും. ഫലമായി മാരക രോഗങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് ഔഷധങ്ങൾ പറിച്ചെടുത്താൽ പോലും അവയ്ക്ക് ഔഷധ ശക്തിയല്ല, നശീകരണ ശക്തിയാണ് ഉണ്ടാവും. അതുകൊണ്ടാണ് ദിനചര്യ, രാത്രിചര്യ, ഋതുചര്യ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഉത്തരായണ ദക്ഷിണായനങ്ങളനുസരിച്ച് ആഹാരത്തിലെ മാറ്റം വരെ സ്ഥൂലമായി വിസർഗകാലവും ആദാനകാലവും സൂര്യൻ ഭൂമിയിൽ നിന്ന് സകല ജീവജാലങ്ങളുടെയും ശക്തിയെ തന്നിലേക്ക് വലിച്ചെടുക്കുകയും തന്നിലേക്ക് തിരിച്ച് രശ്മികളിലൂടെ വിടുകയും ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ, വെറും സങ്കല്പമല്ല, പരീക്ഷ നോക്കാം. ഓരോ ജീവിയെ നോക്കി പക്കം മാറിയാൽ സംഗതി മാറും. ഇപ്പോഴും യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് കല്ലുമേക്കാ പെറുക്കാൻ പോകുന്നവൻ കല്ലുമേക്കാ പെറുക്കിക്കൊണ്ടിരുമ്പോൾ മാംസം ഉണ്ടാകുന്നത്. അല്ലാത്തപ്പോൾ പെറുക്കിയാൽ അതിന് മാംസമില്ല, തോട് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പുതിയ സോമില്ലുകളൊക്കെ വന്നപ്പോൾ തടി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭംഗിയായിട്ട് വീടും കസേരയൊക്കെ പണിതാൽ പൊടിയാ. മനസ്സിലായില്ല? തേക്കായാൽ പോലും. അതിന് കാരണം കാലം നോക്കി പറ്റാത്തതുകൊണ്ടാണ്. ഉള്ള മരുന്നെല്ലാം അടിച്ചു നോക്കും, മരുന്നിനെയൊക്കെ അത് അതിജീവിക്കും. ഇതറിയണം, ഇത് പഠിക്കണം. എന്നിട്ട് ജീവിതം ആരോഗ്യപൂർണ്ണമാക്കണം, തൻ്റെയും തൻ്റെ കുട്ടികളുടെയും. അപ്പം അതിന് ദിനചര്യ, രാവിലെ എഴുന്നേക്കാൻ പഠിക്കണം. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ആചാരം അതാണ്. ഗൃഹസ്ഥനാണെങ്കിൽ ദർശവും പൗർണമാസവുമാകുന്ന 2 ആഹൂതികളെ ചെയ്യണം. അത് ദേവതകൾക്കുള്ള ആഹാരമാണ്. സന്യാസി നിരഗ്നിയാണ്. അതിഥിയെ പൂജിക്കണം, ആചാരമാണ്. ആഗ്രഹണം വേണം, പുത്തരി അനുഷ്ഠിക്കണം. ദർശം, പൗർണമാസം, അഗ്രഹണം, അതിഥി പൂജനം, ഇവയൊക്കെ ചെയ്തില്ലെങ്കിൽ പുരോഹിതനായി മുമ്പേ സഞ്ചരിക്കുന്ന അഗ്നി നിങ്ങളെ ആ വഴിയിൽ കൊണ്ടുപോകാതാകുമ്പോൾ 7 പരമ്പരകൾ, 7 തലമുറകൾ
ആരോഗ്യമില്ലാത്ത ലോകങ്ങളിൽ, ആനന്ദമില്ലാത്ത ലോകങ്ങളിൽ, അനന്തങ്ങളായ ലോകങ്ങളിൽ പതിക്കും. ഇതാണ് ആചാരം.